പ്രേക്ഷകരുടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ എല്ലാ സീസണിലും വന്ന വിമർശനമാണ് ഈ സീസൺ സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത്. ബിഗ് ബോസ് ഒരിക്കലുമല്ല. ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോ അല്ല. എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ ഇനി അങ്ങനെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ കുറച്ചുകൂടി ടെക്നിക്കൽ സൈഡ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾ ഇതും ഓരോ പ്രാവശ്യം ഞാൻ പറയുമ്പോൾ ഞാൻ എപ്പിസോഡ് കാണാത്തതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നില്ല എന്ന് എനിക്കറിയില്ല. ഞാൻ ആ വീടിൻ്റെ ഓരോ കോർണേഴ്സിലും പോയി അവിടുത്തെ ലൈറ്റ് സെറ്റപ്പ് എന്താണ്, മൈക്കുകൾ എവിടെയാണ് ഇരിക്കുന്നത്. ജിൻഡോ ചേട്ടൻ അന്ന് എന്നെ കളിയാക്കി. അത് ഞാൻ പക്ഷേ നമ്മുടെ ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. മൈക്ക് എവിടെ ഇരിക്കുന്നത്, എവിടെയാണ് ലൈറ്റ് സെറ്റപ്പ്, എങ്ങനെയാണ് വരുന്നത്, അതിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അവർ ആ സെറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലൈറ്റിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിലാണെങ്കിലും സെറ്റ് ഡിസൈനിലാണെങ്കിലും ഒരുപാട് ഡീപ്പായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെറ്റ് ഒരു ദിവസം ഓടണമെങ്കിൽ 350 ആൾ അതിൻ്റെ ചുറ്റും കിടന്ന് ഓടണം, എന്നാലാണ് അത് അത്ര സ്മൂത്തായിട്ട് ഓടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം വരുന്ന സമയത്ത് നമുക്ക് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് വെച്ചാൽ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവർക്ക് ടാസ്കുകൾ തരാം. ആ ടാസ്കുകൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് ആ വീടിൻ്റെ അകത്തുള്ളവരാണ്. നമ്മൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറം ലോകമായിട്ട് നമുക്കൊരു ബന്ധമില്ല. ആ ബിഗ് ബോസിൻ്റെ വോയിസ് മാത്രമാണ് നമുക്ക് പുറം ലോകമായിട്ടുള്ള ഒരു ബന്ധം. ഭയങ്കര സൗഹൃദത്തില് ഭയങ്കര ഒരു ഇമോഷണലായിരുന്നു. അതുകൊണ്ട് ഇനി ജിൻഡോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ആ സ്റ്റേജിൽ നിന്നപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എൻ്റെ ഗെയിം ആ വീടിന്റെ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത്. ഇനി എനിക്ക് വിദ്വേഷമോ ദേഷ്യമോ, അതെ തീർച്ചയായും ദേഷ്യമോ വിദ്വേഷമോ വെറുപ്പോ പറയുന്ന ഒരു ഇമോഷൻസും ഞാൻ അവിടെ നിന്ന് ക്യാരി ചെയ്തിട്ടില്ല. സ്നേഹവും സൗഹൃദവും സാഹോദര്യവും മാത്രമാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ എൻ്റെ കുറച്ച് അലക്കാനുള്ള തുണിയും വേറെ വലിയ കാര്യമായിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അവിടെ കഴിഞ്ഞു. എനിക്ക് എത്ര ദേഷ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എത്ര തല്ല് പിടിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ തല്ല് പിടിച്ചില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാ ഗെയിം മുന്നോട്ട് പോകണേ. എല്ലാവരും കൂടി സൗഹൃദം കൂടി വിമർശനം ഇല്ലാതെ ഒരു അതെനിക്കറിയില്ല. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇപ്പം ഉണ്ടോ അർജുൻ സീതു പ്രണയമല്ല. എനിക്കറിയാവുന്നിടത്തോളം അത് സൗഹൃദമാണ്. ഇത് തന്നെയാണ് ഗബ്രി ജാസ്മിനെ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തു തന്നത്. പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചിട്ട് രണ്ടുപേർക്ക് പ്രണയിച്ച് കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. അവർക്കും കൂടി തോന്നണ്ടേ. എന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുമോ എന്നല്ല ചോദിച്ചത്. എന്നെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചില്ലല്ലോ. ഒരിക്കലും ഇല്ല. ജീവിതകാലം മുഴുവൻ എന്താ ഫ്രണ്ട്സ് ആയിട്ടിരുന്നോട്ടെ. എന്റെ 27 വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ഇന്ന് എന്നെ എയർപോർട്ടിൽ എന്റെ പെട്ടി മേടിച്ചുകൊണ്ട് വന്നത്. 27 വർഷം, അതൊരു ജീവിതകാലം തന്നെ. ഞാൻ നാളെ മരിച്ച എന്റെ ജീവിതകാലം മുഴുവൻ അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ സീസണിൽ സത്യമായിട്ട് ഞാൻ വെറുതെ പറയുന്നല്ല, ഞാൻ ഷോ കാണാറില്ല എന്ന് വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. അതേപോലെ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്തൊരു കോമ്പാണ്. ആ രീതിയിലാണ് അത് പുറത്ത് ചർച്ച നടക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നല്ലൊരു റൊമാൻസ് കാണാൻ ഇഷ്ടമല്ലാത്തവരാരുള്ള? സിനിമയിലാണെങ്കിലും റൊമാൻറ്റിക് സാധനം കൊണ്ടുവരുന്നത് അത് കണ്ട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ. അപ്പൊ അവര് പ്രണയിക്കണമെങ്കിൽ അവർ പ്രണയിച്ചോട്ടെ. അവർ സൗഹൃദമായിട്ട് ഇരിക്കുന്നതിൽ അവരിക്കട്ടെ. അവരുടെ പേഴ്സണൽ കാര്യം, അതിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. അവരെന്താ തരുന്നത് എന്നുള്ളത് കണ്ട് എൻജോയ് ചെയ്യുക. അതിനെ വിമർശിക്കാൻ തോന്നിയാൽ വിമർശിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയാൽ അപ്രീഷിയേറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അവിടെ അതാണ് ബൗണ്ടറി. അതാണ് എനിക്കും ജാസ്മിനും കിട്ടാതിരുന്ന ഒരു കൺസിഡറേഷൻ. ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് എന്ത് വേണം എന്നുള്ളതായിരുന്നു പ്രശ്നം. ക്ലാരിറ്റി ഇപ്പൊ കിട്ടണം എന്ന് പറഞ്ഞാൽ അത് തരാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ.